ये बातें जिनका लिखना जरूरी नहीं था सिर्फ इसलिए लिखी कि इन लोगों की दरियादिली और हमदर्दी का शुक्रिया अदा हो जाए. ഈ കാര്യങ്ങൾ, അതായത് നമ്മൾ ആദ്യം മിർസ ഗാലിബ് മെഹറുന്നിസ എന്ന് പറയുന്ന പാവപ്പെട്ട ദരിദ്രയായ സ്ത്രീയെ സഹായിച്ച കാര്യം പറഞ്ഞു. പിന്നീട് മിർസ ഗാലിബിനെ സഹായിച്ച ആൾക്കാരുടെ കാര്യമാണ് പറഞ്ഞത്. ഈ കാര്യങ്ങൾ ജിൻകാ ലിഖ്ന ജരൂരി നഹീന്ത, ഈ ഒരു ഡയറി കുറിപ്പിൽ അതൊന്നും എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. സിർഫ് ഇസ്ലിയെ ലിഖി, എന്തുകൊണ്ടാണ് എഴുതിയത്? സിർഫ് മാത്രം, ഇസ്ലിയെ, ഇതുകൊണ്ട് മാത്രമാണ് എഴുതിയത്. കി ഇൻ ലോകോങ്കി ദരിയാദിലി, ഈ ആൾക്കാരുടെ കാരുണ്യം, ദയവ്, और हमदर्दी, സഹാനുഭൂതി, സഹതാപം, ക ശുക്രിയ അദാ ഹോ ജായേ, അവരോട് എനിക്ക് നന്ദി പറയണം. എന്നെ സഹായിച്ചവരോടുള്ള നന്ദി പ്രകടിപ്പിക്കാനാണ് ഞാൻ ഈ പുസ്തകത്തിൽ ഈ കാര്യങ്ങൾ എഴുതുന്നത്. രാത് കോ ചിരാഗ് നഹീം ജൽത്തെ, രാത്രിയിൽ ചിരാഗ്, നമ്മൾ നേരത്തെ പറഞ്ഞു വിളക്ക് കത്തിക്കാറില്ല. എന്തുകൊണ്ട്? വിളക്കിന് എണ്ണയില്ല, കത്തിക്കാൻ എണ്ണയില്ല. പിന്നെ അഥവാ വിളക്ക് കത്തിച്ചു കണ്ടാൽ ബ്രിട്ടീഷുകാർ വന്ന് ആക്രമിച്ചാലോ, ഇവിടെ ആൾക്കാരുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് അല്ലേ. ദിൻമേം ചൂൽഹെ നഹി സുലഗ്തെ, പകൽ ചൂൽഹെ അടുപ്പ്, സുലഗ്ന എന്ന് പറഞ്ഞാൽ കത്തുക തന്നെ അർത്ഥം. ജൽന സുലഗ്ന കത്തുക. പകല് അടുപ്പും കത്തിക്കാറില്ല. എന്തുകൊണ്ട്? അടുപ്പിൽ കത്തിച്ചാൽ എന്തെങ്കിലും ഉണ്ടാക്കണമെങ്കിൽ പാകം ചെയ്യാൻ സാധനം വേണ്ടേ? അതുമില്ല. ജബ് അനാജിഹി നഹീം ഹേ, ധാന്യങ്ങൾ തന്നെ ഇല്ല, പാകം ചെയ്യാൻ ധാന്യങ്ങളേ ഇല്ല. തോ ചൂൽഹെ കഹാംസെ ജലെ, പിന്നെ എന്തിനാണ് അടുപ്പ് കത്തിക്കുന്നത്? പാകം ചെയ്യാൻ അല്ലെ, വേവിച്ച് കഴിക്കാൻ ഒരു സാധനമില്ല. മക്കാനോങ്കെ മാലിക് മാർ ഡാലേ ഗയേ ഹൈം, വീടുകളുടെ ഉടമസ്ഥന്മാർ, ഗൃഹനാഥന്മാർ എന്നും അർത്ഥമുണ്ട്. അവരൊക്കെ മാർ ഡാൽന കൊല്ലപ്പെട്ടിരിക്കുന്നു. വേ ഹോത്തേത്തോ, അവർ ഉണ്ടായിരുന്നെങ്കിൽ അവരെന്ത് ചെയ്യും? പണിയെടുത്ത് പൈസ ഉണ്ടാക്കി എന്ത് ചെയ്യും? ഘറോമെ, വീടുകളിലേക്ക് ഗല്ല, ധാന്യങ്ങളും പാനി, വെള്ളവും കൊണ്ടുവരും. ഡൽഹിയിൽ പൊതുവെ വെള്ളത്തിന് ക്ഷാമമാണ്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ ചിരാഗലിയെ പോലെയുള്ള ഭിസ്തിമാർ, വെള്ളം കോരുകാർ ഓരോ വീട്ടിലും വെള്ളം എത്തിക്കും. അതിനെന്തെങ്കിലും ഒരു ചെറിയ കൂലി ഭക്ഷണമായിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇവരൊന്നും ഇപ്പോഴില്ല, ജീവനോടെ ഇല്ലാത്തത് കൊണ്ട് വീടുകളിൽ ധാന്യവും ഇല്ല, വെള്ളവും ഇല്ല. ഗാലിബിനെ സ്വയം പറയുന്നു, ഗാലിബ് ജിസ്കെ ഇസ് ഷഹർ മേ ഹസാരോ ദോസ്ത് ഹെ, പ്രശസ്തനായ കവിയും അതുപോലെ കവിത പാടുന്നവനുമായ ഗാലിബിന് ഈ ഷഹർ, ഈ പട്ടണത്തിൽ ഹസാരോ ദോസ്ത് ഹെ, ആയിരക്കണക്കിന് കൂട്ടുകാരുണ്ട്. ഇസ് തൻഹായി ഔർ അക്കേലേപ്പൻമേ, തൻഹായി എന്ന് പറഞ്ഞാലും ഏകാന്തതയാണ്, അക്കേലേപ്പൻ എന്ന് പറഞ്ഞാൽ ഒറ്റപ്പെടൽ, അതും ഏകാന്തതയാണ്. അപ്പോൾ ഈ ഏകാന്തതയിൽ സിർഫ് മാത്രം അപ്പിനി കലം കെ സഹാരെ, തൻ്റെ പെന്നിൻ്റെ സഹായത്താൽ സിന്ദാ ബച്ച് ഗയാ ഹെ, ജീവനോടെ നിൽക്കുന്നു. അപ്പോൾ അദ്ദേഹം ഈ ഒരു കഷ്ടപ്പാടിൽ, ഈ മുസീബത്തിൽ, ഈ ഒരു ഏകാന്തതയിൽ എങ്ങനെയാണ് ജീവിച്ചത്? കലം കെ സഹാരെ ജിന്ദാ ബച്ചാ ഗയാ ഹെ, പേനയുടെ, പെന്നിൻ്റെ സഹായത്താൽ എന്ന് പറഞ്ഞാൽ കവിത എഴുതിയിട്ട് അദ്ദേഹം ആശ്വാസം കണ്ടെത്തി അല്ലേ. എന്ത് അപകടവും സംഭവിക്കാം, ബ്രിട്ടീഷുകാർ എപ്പോൾ വേണമെങ്കിലും വീണ്ടും അദ്ദേഹത്തെ പിടിച്ചു പോകാം. അപ്പോൾ ഭക്ഷണമില്ല, വേണ്ടത്ര വെള്ളമില്ല, പുറത്തിറങ്ങാൻ പറ്റൂല. ഈ കഷ്ടപ്പാടിൽ അദ്ദേഹം തൻ്റെ ജീവൻ പിടിച്ചു നിർത്തിയത് കലം കെ സഹാരെ, പെന്നിൻ്റെ സഹായത്താൽ കവിത എഴുതിയിട്ട്. ഉസ്കെ സാരേ ദോസ്തി ഏക്ക് കർ മാർ ഡാലേ ഗയേ, അദ്ദേഹത്തിൻ്റെ എല്ലാ സുഹൃത്തുക്കളും ഓരോരുത്തരായി മരണപ്പെട്ടു. മേരി ആത്മാമേംസ് അബ് കേവൽ ദുഃഖ് ഹി ദുഃഖ് ഹെ, എൻ്റെ ആത്മാവിൽ, എൻ്റെ മനസ്സിൽ ഇപ്പോൾ കേവലം ദുഃഖം മാത്രമേ ഉള്ളൂ, ദുഃഖത്തോട് ദുഃഖം എന്നർത്ഥം. മേ അപ്ന ബിസ്തർ ഔർ കപ്പടെ ബേച്ച് കർ ജിന്ദഗി ഗുസാർ രഹാ ഹൂം, അദ്ദേഹം തൻ്റെ ബിസ്തർ, കിടക്കാന്നർത്ഥമുണ്ട്, കിടക്ക വിരി, ഔർ കപ്പടെ വസ്ത്രങ്ങളും, ബേച്ച് കർ വിറ്റ് ജിന്ദഗി ഗുസാർ രഹാഹും, ജീവിതം കഴിക്കുന്നു. അപ്പോൾ അദ്ദേഹം കവിയായിരുന്നു. രാജാവിൻ്റെ സദസ്സിൽ കവിതകളൊക്കെ അവതരിപ്പിച്ച് അദ്ദേഹത്തിന് പണം കിട്ടും, അതുപോലെ നല്ല നല്ല വസ്ത്രങ്ങളൊക്കെ സമ്മാനമായി കിട്ടും അല്ലേ. ഇതൊക്കെ തീർന്ന് അവസാനം അദ്ദേഹത്തിൻ്റെ കയ്യിൽ പൈസ ഇല്ലാതായപ്പോൾ അദ്ദേഹം തൻ്റെ നല്ല നല്ല കിടക്ക വിരികളും അതുപോലെ വസ്ത്രങ്ങളൊക്കെ വിറ്റ് ഭക്ഷണം വാങ്ങാൻ തുടങ്ങി. ദൂസരേ ലോഗ് ജിസ് തരഹ് സേ റോട്ടിയാൻ ഗാത്തേ ഹേ, അപ്പോൾ ബാക്കിയുള്ളവർ അധ്വാനിച്ച് പിന്നെ പണം ഉണ്ടാക്കി അതിനെക്കൊണ്ട് റോട്ടി, ചപ്പാത്തി ഉണ്ടാക്കി തിന്നുമ്പോൾ മേൻ കപ്പടേ ഖാ രഹാഹും, ഞാൻ വസ്ത്രങ്ങളാണ് തിന്നുന്നത് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അദ്ദേഹം തൻ്റെ വസ്ത്രങ്ങൾ വിറ്റിട്ടാണ് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുന്നത്, ഭക്ഷണം കഴിക്കുന്നത്. അതാണ് ഇവിടെ ചോദ്യമുണ്ട്. മേ കപ്പടേ ഖാ രഹാഹും ഇസ്സെ ഗാലിബ് കി കിസ് ഹാലത് കി ഓർ സംഗീത് ഹെ, ഏതവസ്ഥയാണ്? ഗരീബി അല്ലേ. അദ്ദേഹം 70 വയസ്സുള്ള ഒരു വൃദ്ധനാണ്, അദ്ദേഹത്തിന് അധ്വാനിക്കാനൊന്നും പോകാൻ പറ്റൂല അല്ലേ. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യുന്നു? തൻ്റെ വസ്ത്രങ്ങൾ, കപ്പടെ,
ആ വസ്ത്രങ്ങൾ बेच कर ഇവിടെ പറഞ്ഞിട്ടുണ്ട്. अपना बिस्तर और कपड़े बेच कर जिंदगी गुजार रहा हूं इसलिए कहा गया है मैं कपड़े का रहा हूं. ഡർത്താഹും പേടിക്കുന്നു. ഇപ്പൊ അദ്ദേഹത്തിന് പേടിയാണ്. എന്താണ്? ജബ് സബ് കപ്പടെ ഖാലൂങ്ക सब कपड़े बेच कर समाप्त हो जाएंगी तो नंगा ही भूखा मर जाऊंगा. അപ്പോൾ ഇങ്ങനെ അദ്ദേഹം തൻ്റെ വിരിപ്പുകളും പിന്നെ വസ്ത്രങ്ങളൊക്കെ വിറ്റ് ഗോതമ്പോ അല്ലെങ്കിൽ ചപ്പാത്തികളോ വാങ്ങി തിന്നു കഴിഞ്ഞാൽ അത് അവസാനിച്ചാലോ, ഈ വസ്ത്രങ്ങൾ മുഴുവൻ തീർന്നു കഴിഞ്ഞാലോ, തോ നങ്കാഹി നഗ്നനായി ഭൂക്ക മർ ജാവുങ്ക വിശന്ന് മരിക്കേണ്ടി വരും. വീട്ടിലെ വസ്ത്രങ്ങളും കിടക്കകളും കിടക്കവിരികളും മുഴുവൻ വിറ്റ് കഴിഞ്ഞാൽ നഗ്നനായിട്ട് പിന്നെ ഒന്നും വിൽക്കാനില്ലാണ്ട് ഭക്ഷണം കിട്ടാണ്ട് മരിക്കേണ്ടി വരുമല്ലോ എന്ന് ഓർത്ത് അദ്ദേഹം ദുഃഖിക്കുന്നു. നമുക്കിനി ഈ പാഠത്തിലെ ചോദ്യങ്ങൾ നോക്കാം. गालिब ने अपनी डायरी में लोगों की दरिया दिली और हमदर्दी का मिसाल पेश किया है. ऐसे उदाहरण पाठभाग में तलाशे. गालिब ബൂക്കി മെഹറുന്നിസാക്കെ ഘർ റോട്ടിയാ പഹുഞ്ചായി. അപ്പോൾ ഓരോരുത്തരുടെയും ദരിയാദിലി കാരുണ്യവും ഹംദർദിയും അതിൻ്റെ മിസാൽ ഉദാഹരണം പേഷ് കിയാഹെ അവതരിപ്പിച്ചിരിക്കുന്നു. ഗാലിബ് എങ്ങനെയാണ് മറ്റുള്ളവരെ സഹായിച്ചത്? ബൂക്കി മെഹറുന്നിസാക്കെ ഘർ റോട്ടിയാ പഹുഞ്ചായി. പിന്നെ അദ്ദേഹം എന്ത് ചെയ്തു? കവിത എഴുതുന്നയാളാണെന്ന് പറഞ്ഞിട്ട് 50 ആൾക്കാർ തൻ്റെ തെരുവിലെ ആൾക്കാരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് അല്ലേ? അതും ഗാലിബിൻ്റെ ദരിയാദിലി ഔർ ഹംദർദി കാ ഉദാഹരൺ കാ മിസാൽ ഹെ. അപ്പോൾ അതിൽ ഒരു ഉദാഹരണം പറഞ്ഞത് ബൂക്കി മെഹറുന്നീസാക്കെ ഗർ റോട്ടിയാം പഹുഞ്ചായി. ശിവജിറാം എന്ത് ചെയ്തു? ആശ്വാസ് ദേത്താ ഹെ ആശ്വസിപ്പിക്കുന്നു അല്ലേ? പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ വേറൊരു ചെറുപ്പക്കാരനുണ്ടല്ലോ, എന്താ അദ്ദേഹത്തിൻ്റെ പേര്? ഹീരാ സിംഗ് ഹിമ്മത്ത് ബന്ധാത്താ ഹെ അല്ലേ? ഹീരാ സിംഗിൻ്റെ പേരിടെ വന്നിട്ടില്ല. ഹീരാ സിംഗ് അദ്ദേഹത്തിന് ധൈര്യം പകരുന്നു. ശിവജി റാം ആശ്വസിപ്പിക്കുന്നു. മുസീബത്തോങ്കെ ഏ ദിൻ കഭി ന കഭി ഖത്തം ഹോ ജായെങ്കെ. കഷ്ടപ്പാടിൻ്റെ ഈ ദിവസങ്ങൾ എന്നെങ്കിലും അവസാനിക്കുമെന്ന് പറഞ്ഞ് ശിവജി റാം മിർസ ഗാലിബിനെ ആശ്വസിപ്പിക്കുന്നു. ബാലമുകുന്ദോ एक हकीम को लाया अല്ലേ? ഒരു ഹക്കീമിനെ കൊണ്ടുവന്നു. जब गालिब बीमार पड़ा तभी एक हकीम को अല്ലേ? എങ്ങനെ കൊണ്ടുവന്നത്? अंग्रेज सिपाहियों की नजरों से बचते बचाते हकीम को लाया. हकीम की दवा से मिर्जा गालिब की जान बची. मिर्जा गालिब को जिंदगी बालमुकुंद की मदद से ही वापस मिली. അടുത്തതാരാണ്? ഹരിഗോപാൽ തുഫ്ത അല്ലെ? ദൂർ കി ദോസ്ത് ഹെ ദൂരത്തുള്ള ദൂർ കെ ദോസ്ത് ഹെ മേറട്ട് മേ രഹത്തെ ഹെ. മേറട്ട് മേ രഹനെ വാലെ ഹരിഗോപാൽ തുഫ്ത എന്ത് ചെയ്തു? നക്കദ് റുപ്പയെ ഔർ ഗേഹൂം കി ബോരിയാം ഭേജെ ഹൈ. പിന്നെയോ കഹല ഭേജാ ഹെ. പിന്നെ സന്ദേശം പറഞ്ഞു വെച്ചിരിക്കുന്നത് എന്താണ്? വേ മേരി മദദ് ഹർ കിസ്മ സെ കർത്തെ രഹേംഗെ. പിന്നെ അടുത്തത് ഹഡ്സൺ സാഹബ് ने അബാഗെ ചിരാഗ് അലി को मार दिया. इस पर एक समाचार तैयार करें. അത് നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട് അല്ലേ? അടുത്തത് देश की आज़ादी के पीछे बहुत बड़ा इतिहास है. स्वतंत्रता आंदोलन के ऐतिहासिक घटनाओं पर विशेषांक तैयार करें. സ്വാതന്ത്ര്യ സമരത്തിലെ പ്രധാനപ്പെട്ട സംഭവങ്ങളെക്കുറിച്ച് ഒരു കുറിപ്പ് ഒരു പുസ്തകം കയ്യെഴുത്ത് മാസിക പോലെ ഒന്ന് തയ്യാറാക്കണം. അതിൽ സ്വാതന്ത്ര്യ സമരത്തിൽ 1857 മുതൽ ഒന്നാം സ്വാതന്ത്ര്യ സമരം, അതിനുശേഷം നടന്ന പ്രധാനപ്പെട്ട സംഭവങ്ങളെക്കുറിച്ചൊക്കെ വിവരിച്ചുകൊണ്ട് അവസാനം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നവരെയുള്ള കാര്യങ്ങൾ ഹിന്ദിയിൽ എഴുതിയിട്ട് ഒരു ഒരു സ്പെഷ്യൽ ഒരു പതിപ്പ് തയ്യാറാക്കാനാണ് പറയുന്നത്. അടുത്തത് സംബന്ധ് പഹച്ചാനെ. മേരാ പടോസി ഹീരാ സിംഗ് ഏക് നൗജവാൻ ഹെ വഹ് മുജെ ഹിമ്മത്ത് ബന്ധാത്താ ഹെ. അപ്പോൾ ഇവിടെ ഹീരാ സിംഗ് എന്നുള്ളതിന് പകരമാണ് വഹ് എന്ന് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ സജ്ഞ പേരിന് പകരമാണ് സർവനാം ഉപയോഗിക്കുന്നത്. രേഖാങ്കിത ശബ്ദ പർ ധ്യാന ദേം ഇൻകെ ബീച്ച് കാ സംബന്ധ് പഹച്ചാനെ. എൻ്റെ അയൽക്കാരനായ ഹീരാ സിംഗ് ഒരു ചെറുപ്പക്കാരനാണ്, അയാൾ എനിക്ക് ധൈര്യം പകരുന്നു. അപ്പോൾ ഈ അയാൾ വഹ് എന്നുള്ളത് സർവനാമമാണ്. യഹ് കാര്യം. അടുത്തത് താലികാക്കെ വാക്യോം കാ വിശ്ലേഷൺ കരയും. വാക്യോമേം പ്രയുക്ത് സർവനാമോം കോ പഹച്ചാനേം. സർവനാമം ഇതിപ്പോൾ നമ്മൾ പറഞ്ഞതാണ്. ഇൻ സർവനാമം സെ സംബന്ധിത സജ്ഞാവോം കോ പാഠഭാഗ് സെ ചുൻലേം. താലികാക്കി പൂർത്തി കരയും. ഉനോനെ ഗരീബോങ്കെ ഗർഭി ജലാദിയേ. ഉനോനെ എന്നുള്ളതിലെ സർവനാമം ഉന് എന്നുള്ളതിലെ സർവനാമം വേ എന്നാണ്. ആരാണ് ഇവർ? ഉനോനേം അവർ ആരാണ്? ബ്രിട്ടീഷ് അല്ലേ? ബ്രിട്ടീഷ് ലോഗ്
അല്ലെ, ബ്രിട്ടീഷ് ലോഗ്. ഇനി അപ്നി അപ്നി ജാൻ ബച്ചാക്കർ വേ ഭാഗ് നിക്കലേ. ഇവിടെ വേ എന്നുള്ളതാണ് ഇവിടെ സർവനാമം. നേരത്തെ ഉനോനെ എന്നുള്ളതിലെ സർവനാമവും വേ എന്നായിരുന്നു. ഇവിടെ പ്രത്യയം ചേർക്കാണ്ട് വേ. സ്വന്തം ജീവൻ രക്ഷിക്കാൻ വേണ്ടി അവർ ഓടിപ്പോയി. ആരാണ്? ഇവിടെ എഴുതേണ്ട എന്താണ്? ദില്ലി വാലെ. പിന്നെ മിർസ അസദുള്ള ബേഗ് ഖാൻ ഗാലിബ് ഡിസംബർ 27, 1796 ഉത്തർപ്രദേശിലെ ആഗ്രയിൽ നമ്മൾ താജ്മഹലിൻ്റെ അടുത്ത് ജനിച്ചു. ഉറുദു ഏവം ഫാർസി കെ മഹാൻ ഷായർ എന്ന് പറഞ്ഞ കവി. മുഗൾ കാൽ കെ ആഖിരി ശാസക് ബഹദൂർ ഷാ സഫർ കെ ദർബാരി കവി. 15 ഫെബ്രുവരി 1869 को ദില്ലി മേ മൃത്യു. അപ്പോൾ അദ്ദേഹം 1869 മരിക്കുന്നത്. ഗാന്ധിജി ജനിച്ചത് എപ്പോഴാണ്? 1869. ദസ്തംബു. അപ്പോൾ ദസ്തംബു എന്ന് പറയുന്ന പുസ്തകത്തിലെ ഒരു ഡയറി കുറിപ്പുകളുടെ ഒരു സമാഹാരമാണ്. അതിലെ ഒരു ഭാഗമാണ് നമ്മൾ പഠിച്ചത്. सन 1857 में भारत की पहली जनक्रांति हुई. അപ്പോൾ ആദ്യത്തെ സ്വാതന്ത്ര്യ സമരത്തിന് 1857 की पहली जनक्रांति. हजारों निर्दोष व्यक्तियों को आज़ादी की इस लड़ाई में अंग्रेजों ने मार डाला. गालिब उन दिनों दिल्ली में थे. अंग्रेजों के अत्याचारों को खुद उन्होंने देखा. तब उन्होंने एक डायरी लिखी थी, दस्तंबू. दस्तंबू में गालिब ने 1857 में दिल्ली का हाल लिखा है. इसमें साधारण आदमी की मुसीबत और भूख तथा प्यास से तड़पते लोगों का भी जिक्र है. यह പാഠഭാഗ് ദസ്തംബു സേ ലിയാ ഗയാ ഹെ. ഇനി ഡോക്ടർ കൈലാഷ് നാരദ് ഇദ്ദേഹമാണ് ഫാർസി ഭാഷയിൽ നിന്ന് ഇത് തർജ്ജമ ചെയ്തത്, ഹിന്ദിയിലേക്ക് തർജ്ജമ ചെയ്തത്. അതാണ് നമ്മൾ പഠിക്കുന്നത്.